അരമണിക്കൂറിലധികമായിട്ട് തീ അണയ്ക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. രണ്ടാം നിലയിൽ നിന്ന് മൂന്നാം നിലയിലേക്കുള്ള തീ ആളിപ്പടർന്നത് ഇപ്പോൾ കൂടുതൽ ഫോഴ്സുള്ള വണ്ടിയായിട്ട് ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ജയലക്ഷ്മി തീപിടുത്തമാണ്. രണ്ടാം നിലയിലാണ് ഏതാണ്ട് 6:30 മണിയോടുകൂടി തീ കണ്ടത്. ഇപ്പോൾ 5 വണ്ടി ഫയർഫോഴ്സ് ഓൾറെഡി തീ അണച്ചുകൊണ്ടിരിക്കുകയാണ്. തീവ് ചെറിയ സ്ഥലത്താണ് കണ്ടിരുന്നെങ്കിലും വളരെ ദൂര സ്ഥലത്തേക്ക് തന്നെ പടർന്നിട്ടുണ്ട്. കോഴിക്കോട് ജയലക്ഷ്മി തീപിടുത്തമാണ്. രണ്ടാം നിലയിലാണ് ഏതാണ്ട് 6:30 മണിയോടുകൂടി തീ കണ്ടത്. ഇപ്പോൾ 5 വണ്ടി ഫയർഫോഴ്സ് ഓൾറെഡി തീ അണച്ചുകൊണ്ടിരിക്കുകയാണ്. തീവ് ചെറിയ സ്ഥലത്താണ് കണ്ടിരുന്നെങ്കിലും വളരെ ദൂര സ്ഥലത്തേക്ക് തന്നെ പടർന്നിട്ടുണ്ട്. ബോർഡുകളുണ്ട്, അതെല്ലാം പറ്റി. അതോടൊപ്പം തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ സ്കില്ല് കൊണ്ട് ഉള്ള ഭിത്തികളാണ്. ആ സ്കില്ല് തകർത്തകത്തേക്ക് നടത്തുവാൻ പറ്റുന്നതാണ്. കോഴിക്കോട് ഗതാഗതക്കുരുക്ക് വളരെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. മാനാഞ്ചിറയിലും സ്റ്റേഡിയം പരിസരത്തും ഉണ്ടാകുന്ന ബ്ലോക്ക്, മാനാഞ്ചിറയിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതിന് ഫയർഫോഴ്സിന് പ്രയാസമാവുന്നുണ്ടെന്ന് പറയുന്നു. ഫയർഫോഴ്സിന് എത്താനുള്ള വഴികൾ എത്രയും പെട്ടെന്ന് ഒഴിപ്പിക്കുക എന്നതാണ് പോലീസിന് മുന്നിലുള്ള ഒരു ദൗത്യം. കോഴിക്കോട് ഗതാഗതക്കുരുക്ക് വളരെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. മാനാഞ്ചിറയിലും സ്റ്റേഡിയം പരിസരത്തും ഉണ്ടാകുന്ന ബ്ലോക്ക്, മാനാഞ്ചിറയിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതിന് ഫയർഫോഴ്സിന് പ്രയാസമാവുന്നുണ്ടെന്ന് പറയുന്നു. ഫയർഫോഴ്സിന് എത്താനുള്ള വഴികൾ എത്രയും പെട്ടെന്ന് ഒഴിപ്പിക്കുക എന്നതാണ് പോലീസിന് മുന്നിലുള്ള ഒരു ദൗത്യം. ഗൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ, വീഡിയോ എഡിറ്റിംഗ്, സ്റ്റിൽ ഫോട്ടോഗ്രാഫി, ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബ്ബിംഗ് സംവിധാനം, ഡോൾബി അറ്റ്മോസ്, 7.1, 5.1 മിക്സിംഗ്. ഗൾഫ് മീഡിയ സ്റ്റുഡിയോ, മാവൂർ കാട്ടാങ്ങൽ റോഡിൽ. ഗൾഫ് മീഡിയ സ്റ്റുഡിയോ, പോസ്റ്റ് ഓഫീസിന് മുൻവശം, കാട്ടാങ്ങൽ റോഡ്, മാവൂർ. മൊബൈൽ 8921716618.